അപ്പൊ നമുക്ക് ഷിയാസ് കരീം എന്ന് പറയില്ലേ, ഇനി തൊട്ട് അങ്ങനെ വേണം വിളിക്കാൻ. ഇക്ക വേറെ ലെവലിലോട്ട് സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ്. ഇക്കയുടെ പേരിൽ ഒരു ചിത്ത കൊണ്ടുപോയി പരാതി കൊടുത്തു. പരാതി കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് പ്രണയം നടിച്ച് ഇവരെ അല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് 65 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു. പൈസ തിരിച്ചു ചോദിച്ച സമയത്ത് ഇവരുടെ ന്യൂഡ് ഫോട്ടോ പുറത്തു വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നത്. ഇവൻ പൈസ തട്ടിയെടുത്തു, ഭീഷണിപ്പെടുത്തി, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവരിപ്പോ കേസും കൊടുത്തേക്കുന്നത്. ഇത് വന്നതിന് ശേഷം നമ്മുടെ ഇക്ക ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഇതിന് ശേഷം യവന്റെ വോയിസും കൂടെ കുറെ പുറത്തു വന്നായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കണം. ആദ്യം യവന്റെ വീഡിയോ നമുക്ക് കാണാം ഗൈസ്. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ ഈ ആ പരാതിയിൽ എവിടെയും പീഡന പരാതി എന്നില്ല, വിശ്വാസവഞ്ചന, ഭീഷണിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഈ വകുപ്പുകൾ ചുമത്തിയാണ് നിന്റെ തലമണ്ടയിൽ കേസെടുത്തേക്കുന്നത്. വേറെന്തോ പറയാൻ വന്നാണ്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വെറുതെ പീഡന പരാതി. അവര് നിങ്ങളുടെ കൂടെ ഡിങ്കോൾഫി ഉണ്ടായിരുന്നവര് സമ്മതിക്കുന്നു, പക്ഷെ എന്നും പറഞ്ഞ അവര് മാന്യമായിട്ടുള്ള സ്ത്രീ പീഡന പരാതി ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല അല്ലേ? വളച്ചൊടിക്കുവാൻ യവന്റെ കല്യാണത്തിന് മെഹർ വരെ മേടിക്കാൻ വേണ്ടി ഇവരുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചേക്കുന്നത്. ഇപ്പൊ പുറത്തുനിന്ന് വോയിസിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്നും ഇവൻ പലതവണയായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിന്റെ ഒക്കെ ഉള്ള തെളിവ് യവന്റെ വോയിസിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ പേരും ആ വോയിസ് ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞ് നീ അവിടെ ചോറുണ്ണാൻ ചെല്ലും എന്ന് പറയുന്ന വോയിസ് വരെ അതിനകത്തുണ്ടായിരുന്നല്ലോ. സ്ത്രീ എന്ന് പറഞ്ഞ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. എന്റെ ഉമ്മാടെ പ്രായമുള്ള സ്ത്രീ എടുത്ത് യവൻ സംസാരിക്കുന്ന സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? ഉമ്മാടെ പ്രായമുള്ള സ്ത്രീ, നീ തന്നെ വന്ന് പണയുന്നത് ഉമ്മാടെ പ്രായമുള്ള സ്ത്രീ എന്നാണ്. അന്നേരം ആ വോയിസിനകത്ത് നീ പറയുന്ന സംസാരം കേട്ടിട്ട് ഉമ്മാടെ പ്രായമുള്ള ആൾക്കാരെ പോലും നീ വെറുതെ വിടൂല എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൊഞ്ചാതെ എന്നെ വരില്ല. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മളാരും ശല്യപ്പെടുത്തൂല. അങ്ങനെ കൊഞ്ചല്ലേ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഉന്നോട് ഞാൻ നിന്നോട് നീ, എന്നോട് ഞാൻ നിന്നോട് നീ. 60 വയസ്സുള്ള ഉമ്മ അടുത്താന്നോടെ നീ ഇങ്ങനൊക്കെ പറയുന്നത്? കൊഞ്ചല്ലേ കുഞ്ഞേ. തുടിക്കെ പ്ലക്കണം, അത്രേ.